ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ എല്ലാ വർഷവും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമെന്ന് പറയാൻ കാര്യം, ഒരുപാട് ചെടികൾ ഇവിടെ കൊണ്ടുവരും. ഏതോ ഒരു വലിയ നഴ്സറിയിൽ ആൾക്കാർ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ആ ഒരു മാസം കാണും. ചൈനീസ് ന്യൂ ഇയർ അടുപ്പിച്ചൊരു 1-2 മാസം കാണും. ഇപ്പോൾ കൂടുതലും അവരുടെ ലക്കി പ്ലാന്റ്സാണ് ഇവിടെ. അത് അധികവും വിറ്റഴിഞ്ഞ് പോകാറുമുണ്ട്. ഒടുവിലൊക്കെ ചെന്നപ്പോൾ ഇതിൻ്റെ പകുതിയേ ഉള്ളായിരുന്നു. അപ്പം ചൈനീസ് ഓറഞ്ച്, പിന്നെ അവരുടെ കുറേ ലക്കി പ്ലാന്റ്സാണ് ഈ കാണുന്നതെല്ലാം. എല്ലാം തന്നെ ലക്കി ബാമ്പു, പിന്നെ എന്തൊക്കെയോ ഉണ്ട്. എല്ലാം ഒന്നും എനിക്കറിയാം. അതിൻ്റെ കൂട്ടത്തിൽ ഓർക്കിഡ്, സാധാ ചെടികളും ഉണ്ട്. സൂര്യകാന്തി, ഡാലിയ, സീനിയ, അതൊക്കെ അതിന് പലവിധ വർണ്ണങ്ങളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ കണ്ണിന് വലിയ കൗതുകമാണ്. അപ്പോൾ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ അതുവഴി നടക്കും, വെറുതെ നോക്കി പോവും. 1-2 ചെടികളൊക്കെ വാങ്ങിക്കും. അപ്പോൾ ഇതിങ്ങനെ നടന്ന കൂട്ടത്തിൽ എടുക്കുന്നതാണ്. പലവിധവും റോസാപ്പൂക്കൾ, നമ്മുടെ നാട്ടിലെ കോഴിവാലൻ ചെടി എന്ന് വേണ്ട സകലതും ഉണ്ട്. ബന്ദി, തെച്ചിപ്പൂക്കൾ പല കളറിൽ, ജമന്തി പല കളറിൽ, പിന്നെ എനിക്ക് പൈനാപ്പിളൊക്കെ പലതരത്തിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ്. എല്ലാ മനുഷ്യരിലും ഉണ്ട്, ഒളിഞ്ഞിരിപ്പുണ്ട് ഓരോ കഴിവുകൾ. അപ്പോൾ ഈ ചെടികളെയൊക്കെ ഈ തരത്തിൽ വളർത്തി ഈ ഷേപ്പൊക്കെ കൊടുത്ത് വളർത്തുന്നതും വളരെ വളരെ അധികം കഴിവ് വേണ്ട പ്രവൃത്തി തന്നെയാണ്. ഡോക്ടേഴ്സ്, എൻജിനീയറൊക്കെ പഠിച്ച് വലിയ ബിരുദം എടുക്കുന്നത് പോലെ ഇവർക്കുമൊക്കെ ഒരു കാലത്ത് നല്ല അംഗീകാരം കിട്ടുമായിരിക്കും. കാര്യം ഇതൊന്നും എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. ഇത് ജനറേഷനായിട്ട് മാറി മാറി വന്ന അറിവുകളിലൂടെ അവർ വളർത്തിയെടുക്കുന്ന ചെടികളും പൂക്കളുമാണ്. എല്ലാ രാജ്യത്തും കാണും ഇത്. ഈ കൊച്ചു രാജ്യത്തും ഇത് വന്നു ചേരുന്നു. ഈ ചൈനീസ് ന്യൂ ഇയർ സമയങ്ങളിലൊക്കെ ഇവിടെ അത് കുറേയൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതും ഇതാണ് അവരുടെ ലക്കി ഓറഞ്ച്. എല്ലാം വലിയ കാശുള്ളവരുടെയൊക്കെ വീടുകളിൻ്റെ മുമ്പിൽ കാണാം. അത് കുറച്ച് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ചെടിയാണ്. ഒരു സ്ത്രീ അവിടെ നിന്ന് തിരിയുകയാണ്. അപ്പം ചെറിയ മഴക്കുള്ളത് കൊണ്ടാണ് മുടി പുതച്ച് നടക്കുന്നത്. അത് ഹെയർ സലൂണിൽ നിന്ന് ഇറങ്ങിയാണെന്ന് തോന്നുന്നു. അടുത്തൊരു ഹെയർ സലൂണുണ്ട്. ഇപ്പോൾ നല്ല ചുമന്ന റോസാപ്പൂക്കളുണ്ട്, വളരെ ഭംഗിയാണ്. കോഴിവാലൻ ചെടിയൊക്കെ നല്ല നിറം കളർഫുള്ളായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒരു ഉത്സവ പ്രതീതിയോടെയാണ് ഇതുവഴിയൊക്കെ നടക്കുന്നത്. ചെടിക്കും പൂക്കൾക്കുമൊക്കെ മനുഷ്യരെ ശാന്തമാകാനുള്ള കഴിവില്ലേ. അപ്പോൾ അതിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരും അല്പം ശാന്ത സ്വഭാവമുള്ളവരായിരിക്കും. എന്നെപ്പോലെ ഫോട്ടോ എടുത്തുകൊണ്ട് ഒരു പ്രായമായ വേറൊരു മനുഷ്യൻ അതുവഴിയൊക്കെ നടക്കുന്ന കണ്ടൊരു ആൾ. പിന്നെ ഓരോരുത്തർ വാങ്ങിക്കാനൊക്കെ തിരയുകയാണ്. ഏത് ചെടി വെച്ചാലാണ് കൂടുതൽ ഭാഗ്യം, അല്ലെങ്കിൽ ഐശ്വര്യം, ഭംഗി എന്നൊക്കെ ഓർത്ത് നോക്കി ആസ്വദിച്ച് നടക്കുന്നവരുണ്ട് ഇടയ്ക്കിടെ. എനിക്ക് എത്ര കണ്ടാലും മതി വരില്ല. പക്ഷേ കുറേ സമയം നിൽക്കാനുള്ള സമയമൊന്നുമില്ല. എല്ലാം പെട്ടെന്ന് കണ്ട് തീർത്ത് കൂട്ടത്തിലൊരു വീഡിയോ എടുത്തുകൊണ്ട് സ്ഥലം വിടുകയാണ് പതിവ് എല്ലാ പ്രാവശ്യവും.